നമ്മുടെ പുതിയ ചേർന്ന വീഡിയോയാണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് സെമി ജൂട്ട് ഫാബ്രിക് ആട്ടോ. ഇത് ശരിക്കും ബിയോ ജൂട്ടിന്റെ ഒക്കെ സെയിം ആ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇത് വാഷ് ചെയ്യാവുന്ന ഐറ്റമാണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആട്ടോ. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നല്ല തിക്ക് ആയിട്ടുള്ള ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഡ്സ് വർക്ക് നല്ല സ്ക്വയർ പാറ്റേൺ കൊണ്ട് ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെന്ററിൽ ചെറിയൊരു പേൾ വർക്കും ഉണ്ട് കേട്ടോ. ദുപ്പട്ട സെമി ടെസർ ഫാബ്രിക് ആണ്. വാഷ് ചെയ്യാവുന്ന ഐറ്റമാണ്. നല്ല കളേഴ്സ് ആട്ടോ, കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. ടോപ്പിനും നല്ല ലെങ്ത് ഉണ്ട്, ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ വരുന്നത് F643, റേറ്റ് 1490, 1496. നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ. നോർമൽ മെറൂണിനെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ. നോർമൽ റെഡിഷ് മെറൂൺ അല്ല കേട്ടോ. ഇതിൻ്റെ കളേഴ്സ് എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. മെറ്റീരിയൽ ഒരു ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ജൂട്ട് പോലെ തന്നെ ഇരിക്കുന്ന ഫാബ്രിക്കാണ്. നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം കൂടിയ ഒരു മെറ്റീരിയലാണ്. നമുക്ക് ആ ഒരു അതിൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തും ദുപ്പട്ട സെയിം തന്നെയാണ്. ആ ഒരു ചെറിയ ഗ്ലേസിങ് കാര്യങ്ങളും ദുപ്പട്ടയ്ക്കും കൊടുത്തിട്ടുണ്ട്. താഴെ ടാസൽസും ഒക്കെ കാണാൻ നല്ല കേട്ടോ. ആ ഒരു മെറൂൺ ഷെയ്ഡാണ്. പക്ഷേ ഓപ്പോസിറ്റ് വീവിങ്ങിൽ വരുമ്പോഴത്തേനും ചെറിയൊരു ടൊമാറ്റോ റെഡിൻ്റെ കളറോടെ കയറി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കളറോടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ കളർ തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് F641, റേറ്റ് 1496. ഒരു ലൈറ്റ് ബ്ലൂ കളർ ആട്ടോ. ചെറിയ വയലറ്റ് ടോണോട് വരും. അതായത് ഈ ഒരു ബീഡ്സിന് വയലറ്റ് കളർ, മൾട്ടി കളർ പോലെ വരുന്നതുകൊണ്ട് അവിടെ കൊണ്ട് കാണാൻ ഭയങ്കര രസമാട്ടോ. കാരണം പേൾ വർക്കും ആ ഒരു വയലറ്റിൻ്റെ ടോണും എല്ലാം അവിടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. അത് ശരിക്കും നമുക്ക് തയ്ച്ചിടുമ്പോഴത്തേനും ആ ഒരു എടുപ്പ് അതുപോലെ കിട്ടും. പിന്നെ മെറ്റീരിയലാണെങ്കിലും ജൂട്ട് ഫിനിഷാണ്. നന്നായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ നല്ല വൃത്തിയായിട്ട് കിടക്കും. സൈസും മെറ്റീരിയൽ കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയ്ക്കകത്തും ഫുൾ വർക്കുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ F642, റേറ്റ് 1496. പീച്ച് കളർ കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നതായിട്ട് വലിയ വ്യത്യാസമില്ല. സെയിം കളർ തന്നെയാണ്. ഇത് നല്ല ഷെയ്ഡാണ്. ഇതിന് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജൂട്ട് ഫിനിഷ് ആണെങ്കിലും പ്യുവർ ജൂട്ട് അല്ലാത്തതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യാം. ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുക. ഒരു ഒത്തിരി ഇങ്ങനെ കല്ലിലിട്ട് അലക്കുകയും ചെയ്യരുത്. വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഇടണ്ട. ഇങ്ങനെ അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ വിചിത്ര പോലത്തെ ഐറ്റംസിനൊന്നും കുഴപ്പമില്ല. ബീഡ്സ് ഉണ്ടെങ്കിൽ ഇട്ടേക്കരുത്. അല്ലാതെ ഈ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വിചിത്രയ്ക്കൊന്നും കുഴപ്പമില്ല. ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു നല്ല മെറ്റീരിയൽസ് ആണ്. അപ്പം റഫായിട്ട് യൂസ് ചെയ്യാൻ നമ്മളിത് പറയുന്നില്ല. കാരണം അത്യാവശ്യം ഫംഗ്ഷൻ വെയർ ആയിട്ട് വരുന്ന ഐറ്റമാണ്. ഷാമ്പു വാഷ് ചെയ്തെടുത്താൽ മതി. എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഡാമേജ് കാര്യങ്ങളൊന്നും ആവത്തൊന്നുമില്ല. എന്നാലും നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, ആദ്യത്തെ ഒരു എടുപ്പ് അങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാട്ടോ. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ആ ഒരു സെയിം കളർ ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് പേളും കൂടെ വരുമ്പോഴത്തേന് നല്ല രസമാണ് കാണാൻ. ബോട്ടം വരുന്നത് സെയിം കളർ. നമ്പർ F640, റേറ്റ് 1496. അതായത് ലാസ്റ്റ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ അതിലും ആ ഒരു പേൾ വർക്കൊക്കെ നമുക്ക് എടുത്ത് കാണിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് മെയിൻ കട്ട് ബീഡ്സ് വരുന്ന സെയിം കളർ തന്നെ. പിന്നെ വൈറ്റ് കളർ പേൾ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയുടെ കളറാണെങ്കിലും നല്ല രസമാട്ടോ കാണാൻ. ആ ഒരു സിൽക്കി ഫിനിഷ് ഉള്ള ഫാബ്രിക്കാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ F644, റേറ്റ് 1496.